അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് സഫീറും ആഷി ഉസ്താദും കൂടെ കോളേജിലേക്ക് പോവുകയാണ്. ആഷി ഉസ്താദിന് സഫീർ കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ വല്ലാത്തൊരു സന്തോഷം. അത് ന്യൂ അഡ്മിഷൻ. അവിടുത്തെ പ്രിൻസിപ്പൽ ആഷിയുമായി നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇത് ആരാ? ജ്യേഷ്ഠനോ അനിയനോ? അത് എൻ്റെ കൂട്ടുകാരനാണ്. ഓ, നല്ല കാര്യം. അതെ, അദ്ദേഹം ഇംഗ്ലീഷിൽ ഓരോ കാര്യം ചോദിച്ചു. അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ അവൻ മറുപടി പറയുകയും ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും സഫീറിന് വന്നില്ല. അത് അവനെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ തലേദിവസം ആഷി കുറച്ച് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്തിരുന്നു. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഇസ്ലാമികമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിരുന്നു. കുറച്ച് ലോകവിവരങ്ങളും കാര്യങ്ങളും പിന്നെ ഇസ്ലാമിക് തോട്ട്സും അങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അതെല്ലാം പെട്ടെന്ന് തന്നെ അവൻ ബൈഹാർട്ടാക്കുകയും ചെയ്തു. പൊതുവെ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവൊന്നും വല്ലാതെയില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതുതന്നെ. അല്ലാതെ വീട്ടിൽ അതൊന്നും ശീലമില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീടാണ് ഇങ്ങനെയൊരു മനസ്സിലേക്കൊരു ആശയം തോന്നിയത്. അതെ, എന്തിനാപ്പോൾ നമ്മൾ ഇത്രയധികം സമ്പാദിച്ചു കൂട്ടുന്ന കുറച്ച് ദീൻ പഠിച്ചാൽ അതായില്ലേ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടതല്ലേ എന്നുള്ള അവൻ്റെ ആ ഒരു ചിന്ത കൊണ്ട് തന്നെ അവൻക്ക് ആ ബുദ്ധി തോന്നി. നല്ലൊരു രീതിയിൽ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അവൻ പഠിക്കാൻ കയറിയിരിക്കുന്നു. ആദ്യ ദിവസം തന്നെ സാറ് അവനോട് നല്ല രീതിയിൽ സംസാരിച്ചു. അതെ, പുതിയ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ പലരും അവനെ നോക്കിക്കൊണ്ടിരുന്നു. അതെ, ഒരു ഭാഗത്തായിട്ട് പെൺകുട്ടികളുടെ ക്യാമ്പസാണ് ഉള്ളത്. ആ കുട്ടികൾക്കും അവിടെ പഠിക്കുവാനുള്ള അവസരമുണ്ട്. എന്തൊക്കെ തന്നെയല്ല, ക്യാമ്പസും കാര്യങ്ങളുമെല്ലാം അവനക്ക് നന്നായി അങ്ങ് ഇഷ്ടപ്പെട്ടു. ആശ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് എനിക്ക് ഇവിടേക്കൊരു ചാൻസ്, അത് ഈ ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയോ വലിയ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി ജയിക്കണം എന്നൊക്കെ ഒരു നിബന്ധനകളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും എനിക്ക് അധികമൊന്നും വേണ്ടി വന്നില്ല. എന്താ അറിയില്ല, ഒരു പക്ഷേ അവിടുത്തെ പ്രിൻസിപ്പളിനൊക്കെ ഇഷ്ടപ്പെട്ട ആൾ ആഷ ആയതുകൊണ്ടോ ആഷ നന്നായി പഠിക്കുന്നത് കൊണ്ടോ അവൻ്റെ റെക്കമെൻഡിലൂടെ കെയർ ഓഫ് കയറിയതാണ് എന്ന് തോന്നുന്നു. എന്തായാലും ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചുമെല്ലാം അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ലോകവിവരങ്ങളെക്കുറിച്ചും അങ്ങനെ എല്ലാമായിട്ട് ശാസ്ത്രം, സയൻസ്, മാത്സ് ആ ഒരു രീതിയിലുള്ള പഠനങ്ങളും എല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ കൂടുതലായിട്ട് എല്ലാത്തിനും മുഖ്യം കൊടുത്തിരുന്നത് ഇസ്ലാമികമായ പഠനത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ അന്തരീക്ഷമെല്ലാം ശരിക്കും അവനക്ക് നല്ലോണം അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് തികച്ചും ഇസ്ലാമികമായ രീതിയിലുള്ള ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം. അതിൽ നിസ്കാരത്തിനെ കുറിച്ചും അതിനുള്ള കാര്യങ്ങൾ, സുന്നത്ത്, ഖുർആൻ പാരായണം, ഹദീസുകൾ മുതലായവയെല്ലാം അവിടെ അവർ പഠിപ്പിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സഫീർ നല്ലൊരു അന്തരീക്ഷത്തിൽ എത്തിയ പോലെയാണ്. അത് വീട്ടിൽ നിന്നുള്ള ആ ഒരു സമ്മർദ്ദവും ആ ഒരു പ്രയാസപ്പെടുത്തലും അതിൽ നിന്നെല്ലാം മോചിതനായ രീതിയിൽ അവനക്ക് തോന്നി തുടങ്ങി. എന്നാൽ ഹാദിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എന്തൊക്കെ തന്നെയാലും ഹാദിയ പറഞ്ഞിരുന്നു എനിക്ക് ആഷി ഉസ്താദിനെ ഇഷ്ടമാണെന്നുള്ളത്. ആ കാര്യം ഒന്ന് പെട്ടെന്ന് സെറ്റാക്കാൻ വേണ്ടി നോക്കണം. അങ്ങനെ സഫീറും ആഷിയും ക്ലാസ്സിലാണ്. അവർ രണ്ടുപേരും അവിടെ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നു. ശരിക്കും സഫീറിന് നല്ല രീതിയിലുള്ള ഒരു മനസ്സ് വന്നു എന്നർത്ഥം. വീട്ടിൽ നിന്നുള്ള ആ ഒരു പ്രയാസത്തിൽ നിന്നങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എന്താണെന്നറിയില്ല, അത് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും അവനക്ക് ഉള്ളതായിട്ട് തോന്നി. എന്നാൽ ഈ സമയം ഹാദിയ പതിവ് പോലെ കുളിച്ചൊടുങ്ങി ഹിജാബ് ധരിച്ചുകൊണ്ട് അവൾ കാറിൽ കയറി. ഉമ്മാ, ഞാൻ ഇറങ്ങട്ടെട്ടോ. മോളെ, എന്താ ഫുഡിൻ്റെ ബോക്സ് ഒന്നും എടുത്തില്ലേ? ആ ഉമ്മ തരി. എന്താ മോളെ അതൊക്കെ ഓർക്കണ്ടേ? ഉപ്പ കൊണ്ടാക്കി തരണോ കുട്ടിനെ? വേണ്ടപ്പാ, ഞാൻ പോയിക്കോളാം. അന്നല്ല നല്ല ഹാപ്പിയിൽ തന്നെയായിരുന്നു. പൊന്നു മോളെ, കണ്ണ് കാണൂലേ ഇങ്ങനെ ഹിജാബ് കെട്ടിയാൽ? അതെ, കുറച്ച് കണ്ണിൻ്റെ അവിടെ തന്നെ മാറ്റി കെട്ടിക്കളെ. ഇല്ല ഉമ്മ, അതിനെന്താ? എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ട് കണ്ണ്. ഉമ്മ കൊടുത്ത ചോറ്റുപാത്രം അവൾ ബാഗിലിട്ടു. ഉമ്മ, ഉപ്പ, പോയിട്ട് വരാട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ പതുക്കെ പോണേട്ടോ. ഉമ്മയുടെ പതിവ് പോലെയുള്ള ഉപദേശം. ആ ഉമ്മ, പതുക്കെ പോവുള്ളൂ. അങ്ങനെ അതാ അവൾ വണ്ടിയെടുത്തു. പതിവ് പോലെ അവൾ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഉമ്മ അവൾക്ക് വേണ്ടി ദുആ ചെയ്തു. റബ്ബേ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും
എന്ന് പറഞ്ഞ ആ ആയത്തുകൾ ഉമ്മ ഓതി. അല്ലാ, എൻ്റെ കുട്ടിക്ക് നീ കാവലേകണേ അല്ലാ. അവൾ അവിടെ നിന്ന് അതാ മറയുന്നവരെ ഉമ്മയും ഉപ്പയും നോക്കി നിന്നു. ഞമ്മളെ മോളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനം എടുക്കണ്ടേ? ഞമ്മളെ മോള് ഇങ്ങനെ നിന്നാൽ പറ്റൂലല്ലോ. എന്താ ഇക്ക നിങ്ങളീ പറയുന്നത്? ഓളെ താത്ത കുറേ വിളിച്ച് പറഞ്ഞു. എന്തിനാ അമ്മ അവളിവിടെ നിർത്തുന്നത്? അവൻ വിളിക്കാൻ വരികയാണെങ്കിൽ പറഞ്ഞയച്ചോണ്ട് അല്ലേ കൊണ്ടാക്കി കൊടുത്തോണ്ട് എന്നൊക്കെ പറഞ്ഞ്. എന്താപ്പം ചെയ്യാം? അതേ, എനിക്ക് മക്കളേറിയിട്ടൊന്നുമില്ല. എൻ്റെ കുട്ടിയെ അങ്ങനെ കൊണ്ടാക്കി കൊടുക്കാൻ മാത്രം എനിക്കില്ല. അത് എൻ്റെ മോൾ ഇവിടെ നിന്നോട്ടെ. ഓൾക്ക് എന്താ ആവശ്യമുള്ള വെച്ചാൽ ഞാൻ കൊടുത്തോണ്ട് ഒരാൾ ഓളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്ട. അല്ലെങ്കിൽ ഓളെന്തിനാ അതിലിടപെടണത്? അത് ഓളൊന്നല്ല, മറ്റോൻ്റെ ബുദ്ധിയാണ്. നിങ്ങളെ വലിയ മരുവനില്ലേ ഓൻ എന്ത് സാധനം എന്നോ. ഓനക്ക് എന്തെങ്കിലും ഏർപ്പാടുണ്ടാവും ജസീറിനായിട്ട്, അതുകൊണ്ടായിരിക്കും. അന്ന് ഹാദിയ അല്പം നേരത്തെ പോയിരുന്നു. എന്നാൽ സഫീർ വീട്ടിൽ നിന്നിറങ്ങിയിരുന്നു. ഹാദിയ അവളിപ്പോൾ ഭയങ്കര പുലിയായി മാറിയിരിക്കുന്നു. ഒരിക്കൽ പോലും എനിക്ക് അവളെ കിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. എന്തായാലും വേണ്ടില്ല, അവളെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അങ്ങനെ അവൻ നേരത്തെ കാലത്ത് തന്നെ ഇറങ്ങി. എന്നാൽ ഹാദിയ ഒരു 2 മിനിറ്റ് മുമ്പ് അതുവഴി അങ്ങ് പാസ് ചെയ്ത് പോയി. അവൻ സ്ഥിരമായി നിൽക്കുന്ന സ്ഥലത്ത് കാത്തു നിന്നു. പച്ച കളറുള്ള മിനി കൂപ്പറാണ് അവൻ ലക്ഷ്യമിട്ടത്. അതെ, അതിലാണ് അവൾ ചീറിപ്പാഞ്ഞു പോകുക. എന്നാൽ 5 മിനിറ്റ് കാത്തു നിന്ന് 10 മിനിറ്റായി, 15 മിനിറ്റായി. ഇല്ല, അവളെ കാണുന്നില്ല. അവൾ അങ്ങനെ വിട്ടാൽ ശരിയായില്ല. അവൾ ഒരു പക്ഷേ ഇന്ന് കോളേജിലേക്ക് പോയിട്ടുണ്ടാവില്ല. ആ നിമിഷം തന്നെ അവൻ കാറെടുത്തുകൊണ്ട് അതാ അറക്കൽ തറവാട്ടിലേക്ക് ചെല്ലുന്നു. മരുമകൻ്റെ വണ്ടി കണ്ട ഉപ്പ ഒരു നിമിഷം, അത് ജസീറിൻ്റെ വണ്ടിയല്ലേ കാണുന്നത്? അല്ലാ, എവിടെ? ഒരു നിമിഷം അവരുടെ മനസ്സിൽ ചെറിയൊരു ഭയം കൂടി തോന്നി. ജസീർ അല്പം ദേഷ്യത്തോടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. എവിടെ ഹാദിയ? ഹാദിയെ വിളിക്ക്. പെട്ടെന്ന് ഉപ്പ പറഞ്ഞു, ഹാദിയെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നതല്ലേ, ഇനിയിപ്പോൾ എന്തിനാ? ഹാദിയെ വിളിക്കാനാണ് പറഞ്ഞത്. അവൾ എവിടെ? അവളുടെ വണ്ടി എവിടെ? ഇവിടെ ഇല്ലല്ലോ. അവൾ എങ്ങോട്ടാണ് പോയത്? അവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ പറയുന്നതനുസരിച്ച് കുറച്ച് നിൽക്കേണ്ടി വരും. അവൾ എങ്ങോട്ടാണ് പോയത്? അവൾ കോളേജിലേക്ക് പോയി. എന്താ? ഓഹോ, അപ്പോൾ കുറച്ച് നേരത്തെ വിട്ടോ? എൻ്റെ കുട്ടി ഒരു 5 മിനിറ്റ് നേരത്തെ പോയിട്ടുണ്ട്. എന്താ നിനക്ക് വേണ്ടത്? ഓഹോ, നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാണല്ലേ? നിങ്ങൾ ആരാണ് അവരെ? ഞാൻ ആരാണ്? ഒക്കെ നിങ്ങൾ മറന്നു പോയോ? അത് നിങ്ങളാണ് എനിക്ക് അവളെ നിക്കാഹ് കഴിപ്പിച്ച് തന്നത്, അല്ലാതെ വേറെ ആർക്കുമല്ല. അത് മറക്കണ്ട. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനുണ്ട്. ജസീർ കടന്നു വന്നപ്പോൾ ഉപ്പ പറഞ്ഞു, ജസീറേ, നീ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കരുത്. നിങ്ങളുടെ പ്രശ്നം കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ കൊണ്ടുവന്നാക്കിയത്. എൻ്റെ കുട്ടി നിങ്ങൾ അടിച്ചു വന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ഞങ്ങൾ നിങ്ങൾക്ക് ഉപദ്രവമായിട്ട് വരുന്നില്ല. നിങ്ങൾക്കെതിരെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ദയവായി എൻ്റെ കുട്ടിയെ നിങ്ങൾ വെറുതെ വിടണം. ഓഹോ, അപ്പോൾ നിങ്ങളൊക്കെ ഒരു ഒത്തുകളി ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അതേ, എനിക്ക് മനസ്സിലാകാനിട്ടില്ല. സത്യം പറയണം, എൻ്റെ അനിയൻ സഫീർ അവൻ എങ്ങോട്ടോ പോയത്? അവനെന്തോ പ്ലാനിങ് ഉണ്ടല്ലോ. എന്താ, ഹാദിയെ കെട്ടാൻ വല്ല പ്ലാനിങ് ഉണ്ടോ എൻ്റെ അനിയന്? ദേ, ആവശ്യമില്ലാത്ത പറയരുത്. ഒരു പെങ്ങളുടെ സ്ഥാനത്ത്, ഒരു ഇത്താത്തയുടെ സ്ഥാനത്താണ് അവൻ അവളെ കണ്ടിട്ടുള്ളൂ. അതൊക്കെ നിങ്ങളങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? അതെ, ഹാദിയെ എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം. അവൾ എൻ്റെ ഭാര്യയാണ്. അതിനപ്പുറത്തേക്കായിട്ട് എനിക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അതാ അളിയനെ വിളിക്കുന്നു. ഹലോ, ഞാൻ നിങ്ങളുടെ അറക്കൽ തറവാട്ടിലുണ്ട്. എൻ്റെ ഭാര്യയെ കാണാൻ വന്നിട്ട് ഇവർക്കെന്ത് എത്ര പുച്ഛം? അളിയ, ഞാൻ അങ്ങോട്ട് വരാം. എന്നാൽ ആ നിമിഷം തന്നെ അത് ഹാദിയുടെ ഏട്ടത്തിയും അളിയനും അങ്ങോട്ട് ഒരു ബൈക്കിൽ കടന്നു വന്നു. ആ പിതാവിനെ രൂക്ഷമായി അതെ അളിയനെന്ന് നോക്കി. എന്താ ഉപ്പ നിങ്ങൾക്ക് ജസീറിനോട് ഇത്ര പുച്ഛം? മോൾക്ക് വേറെ ആരെങ്കിലും നിങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടോ? എന്നാൽ പെട്ടെന്ന് അയാൾക്ക് ദേഷ്യവും സങ്കടം ഒരുമിച്ച് വന്നു. നീ എന്തിനതിൽ ഇടപെടുന്നത്? എൻ്റെ മോളെ ഞാൻ ആരെ കൂടെ പറഞ്ഞേക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. എന്താ ഉപ്പ അങ്ങനെയൊക്കെ ഒരു വർത്താനം? ഞാനും ഇവിടുത്തെ ഒരു മരുമകനല്ലേ, എനിക്കുമില്ലേ ചില സ്ഥാനമാനങ്ങളൊക്കെ ഇവിടെ. ആ പിതാവ് ഒന്നും മിണ്ടിയില്ല. എന്നാൽ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, അതെ, മോളെ കാര്യത്തിൽ നിങ്ങളാരും ഇടപെടണ്ട. അതിന് ഞങ്ങൾ ഉമ്മയും ബാപ്പയുണ്ട്. അതിൽ നിങ്ങളാരും ഇടപെട്ട് എൻ്റെ കുട്ടിയുടെ ഭാവി ജീവിതങ്ങൾ നശിപ്പിക്കല്ലേ. കാരണം എൻ്റെ കുട്ടി അത്രക്കും മനസ്സ് വേദനിച്ചിട്ടാണ്. എൻ്റെ കുട്ടിക്ക് മാനസിക നില തെറ്റുന്ന രീതിയിൽ വരെ ആയിരുന്നു.
എന്നാൽ അതൊക്കെ ശരിയാക്കിയതേ അത് ജസീറിൻ്റെ അഞ്ചൻ ഷഫീർ തന്നെയാണ്. ഓനാണ് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയത്. നിങ്ങളായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, ഒന്നും വേണ്ട ഞങ്ങൾക്ക് നിങ്ങളതായിട്ട്. അതെ, മോൾ ഇവിടെ നിന്നോട്ടെ, ഒരിക്കൽ പോലും അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോഴും മരുമകൻ പറഞ്ഞു, എന്താ ഉമ്മ അങ്ങനെയൊക്കെ ഒരു ഇത്? നിങ്ങൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത നിൽക്കണേ? ഇവൻ്റെ കൂടെ നല്ല രീതിയിൽ ആ പെൺകുട്ടി ജീവിച്ചു പോരല്ലേ, അതെന്തിനാണ് വെറുതെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് ആലോചിച്ച് അറിയില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെയും ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. അത് ഞാൻ ഇവളെയും കൊണ്ട് പോരുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു. കുറേ ദിവസം ഞങ്ങൾ അവിടെയും ഇവിടെയായിട്ട് ഒളിച്ചൊക്കെ താമസിച്ചു. പിന്നെ നിങ്ങൾക്ക് കണ്ട മനസ്സലിഞ്ഞ് ഞങ്ങളെ സ്വീകരിച്ചു. എന്നാൽ അത് കേട്ടപ്പോൾ ആ പിതാവിന് ദേഷ്യവും സങ്കടവുമാണ് വന്നത്. അദ്ദേഹം മൂത്ത മരുമകനോട് പറഞ്ഞു, അതേ നീ അതും അത് കൂട്ടിക്കുഴക്കണ്ട. ആദ്യം മോള് ഞങ്ങൾ പറഞ്ഞ ബന്ധത്തിന് കൂട്ടു നിന്നതാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ അങ്ങനെ ഒളിച്ചോടി പോയതോ ഒന്നുമല്ല. അത് പറ്റിപ്പോയി എൻ്റെ മോൾക്ക്. അതുകൊണ്ടെന്താ, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എണീക്കാൻ കഴിയണില്ലല്ലോ നിങ്ങൾക്ക്. കാലാകാലം പലിശയും കടുമായിട്ട് എത്ര തിന്നിട്ടും നിങ്ങൾക്ക് തികയണമില്ലല്ലോ. ആ ഉപ്പയുടെ ആ ഒരു വാക്ക് മരുമകനെ ദേഷ്യം പിടിപ്പിച്ചു. അതേ, തന്തയാണെന്ന് ഞാൻ നോക്കില്ല കേട്ടോ, തന്തയെ തള്ളയൊന്നും കൂടുതൽ ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. പിന്നെ ജസീറിന് ആദ്യാനെ വേഗം പറഞ്ഞേക്കാൻ നോക്കി നിങ്ങൾ, അതാണ് നിങ്ങൾക്കും ഞമ്മക്കും നല്ലത്, മനസ്സിലായല്ലോ? ഇക്ക നിങ്ങൾ അങ്ങനൊന്നും പറയില്ല ഇപ്പാനോട്, മോള് എതിർത്തു. എന്താടി നിൻ്റെ വീട്ടുകാർക്കുണ്ട 2 കൊമ്പ് ഏറെ ഉണ്ടോ? അറിയിട്ട് ചോദിക്കുകയാണ്. കാരണം മര്യാദയിൽ കല്യാണം നടത്തി കൊടുത്ത് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പെണ്ണിനെ സമ്മതിക്കാൻ പറ്റാത്ത കുടുംബം, എന്ത് സമ്മതിക്കാത്തത്? ഉമ്മ അങ്ങക്കൊന്ന് പറഞ്ഞോടുമ്മ, അതൊന്ന് ഓളോട് പോകാൻ പറഞ്ഞൂടെ? എന്താടി നിനക്ക്? എൻ്റെ കുട്ടിക്ക് സമാധാനം സന്തോഷം ഇല്ലാത്തടത്ത് കാണല്ലോ. പറഞ്ഞേക്കണല്ലേ? ഒരിക്കലും ഞാൻ പറഞ്ഞേക്കൂല. ഉമ്മയും ഉപ്പയും വാശിയിൽ തന്നെയായിരുന്നു. ജസീർ പറഞ്ഞു, അതേ നിങ്ങളെ മോള് എൻ്റെ ഭാര്യയാണ്, ആ ഒരു അവകാശം എനിക്കുണ്ട്, മാറിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനവൻ്റെ കാറ് പെട്ടെന്ന് എടുത്ത് പോയി. ഒരു നിമിഷം ഉമ്മ ഭയന്നു, പഠിച്ചോനെ ഒന്നും കാട്ടാൻ ഞാൻ മതിയായിരുന്നു, നിൻ്റെ കുട്ടീനെ റബ്ബേ സമാധാനമില്ലാത്ത ജീവിതമായി പോയല്ലോ. പാവം ഹാദിയ ഇതൊന്നും അറിയുന്നില്ല, അവൾ ക്ലാസ്സിലാണ്. അത് ഹബീബ് ഉസ്താദ് പറഞ്ഞു തന്ന ആ ഒരു ക്ലാസ് എല്ലാം കേട്ടുകൊണ്ട് അവൾ ഇരിക്കുകയാണ്. പഴയതിനേക്കാളും ഒന്നുകൂടെ ഉഷാറായിട്ടുണ്ട് ഹാദിയ. അതെ, പഴയ പോലെയല്ല, എല്ലാ കാര്യത്തിനും വളരെയധികം ചിട്ടയും കാര്യങ്ങളും, പഠനത്തിൻ്റെ കാര്യത്തിലെല്ലാം നല്ല രീതിയിൽ മികവ് പുലർത്തുന്നുണ്ട്. എക്സാമാണ് അവർക്ക്, എക്സാം നല്ല രീതിയിൽ അവൾ എഴുതുന്നുണ്ട്. അതെല്ലാം ഹബീബ് ഉസ്താദും ഷെഫീഖ് ഉസ്താദും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ തന്നെ അഭിപ്രായപ്പെട്ടു, അതെ അത് നമ്മുടെ ഹാദിയ സ്റ്റുഡൻറ്റ് തിരിച്ചു വന്നതിന് ശേഷം ഒരുപാട് മെച്ചപ്പെട്ടുട്ടോ. കണ്ടില്ലേ, പേപ്പറൊക്കെ നോക്കിക്കേ, എത്രമാത്രം നീറ്റ് ആൻഡ് ക്ലീനാണ്, എല്ലാം എഴുതിയിട്ടുണ്ട്, ഒരു ആൻസർ പോലും വിടാതെ, വളരെയധികം നല്ല. ഐഷുവിനെ കടത്തി വിട്ട് നോക്കിക്കേ, ഐഷു 1-2 മാർക്കിന് ഐഷു ആണ് പിന്നിലുള്ളത്. പക്ഷേ ഹാദിയ ഒട്ടും മോശമില്ലാതെ എഴുതിയിട്ടുണ്ട്. ഐഷുവിന് ചിലതിന് കൂടുതലുണ്ട്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. കുഴപ്പമില്ല, രണ്ടാളും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. എന്നാൽ ഹാദിയ ജയിക്കണം എന്നുള്ള ഒരു വാശിയുണ്ടായിരുന്നു ഐഷുവിന്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള അറിയുന്ന ആൻസറുകളും ഐഷു വിട്ടിരുന്നു. അത് അവൾക്ക് അങ്ങനെ തോന്നി, അതെ എൻ്റെ ഇക്കാക്കിയുടെ പെണ്ണായിട്ട് വരണം എൻ്റെ ഹാദിയ, അതുകൊണ്ട് അവൾക്ക് മനസ്സിന് സന്തോഷവും നൽകണം. അതുകൊണ്ട് തന്നെ അറിയുന്ന ഭാഗങ്ങൾ എനിക്ക് വിടാം, അതാണ് നല്ലത്. എന്നാൽ ഹാദിയ അവൾ മാക്സിമം പഠിച്ചിരുന്നു, അവളും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എങ്കിലും ഐഷു മുന്നിലെത്തുമെന്ന് അറിയാം. എന്നാലും ഐഷു അതാ ചില ഭാഗങ്ങളെല്ലാം വിടുന്നു. എന്നാൽ അന്ന് ഐഷുവിൻ്റെ പേപ്പറെല്ലാം ഷെഫീഖ് ഉസ്താദ് നോക്കിയത് ഹബീബ് ഉസ്താദ് കാണുന്നു. അത് ഹബീബ് ഉസ്താദിൻ്റെ വിഷയങ്ങളും, അതെ അതിൽ അറിയുന്ന ആൻസർ വരെ ഐഷു എഴുതിയിട്ടില്ല. ഹബീബ് ഉസ്താദിന് ദേഷ്യവും സങ്കടം വന്നു. ഐഷു എന്തിക്ക ഇതിൻ്റെ ആൻസർ എന്താ? അത് അവൾ പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു കൊടുത്തു. പിന്നെന്താ ഇത്രയധികം ബൈഹാർട്ടായ ഒരു സംഭവം എന്തുകൊണ്ട് നീ ഒരു ആൻസർ പേപ്പറിൽ എഴുതിയില്ല? എന്താടി നിനക്ക്, മറന്നുപോയോ? അത് ഇക്ക ഞാൻ എന്താ സത്യം പറയണം എന്നോട്, എൻ്റെ ഇഷ്യൂ ഇങ്ങനെയല്ല, ഇതെല്ലാം എനിക്ക് ബൈഹാർട്ടാക്കി പറഞ്ഞു തന്ന പെണ്ണാണ്. എക്സാമിന് മുമ്പായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഉറപ്പല്ലേ? പക്ഷേ എക്സാമിൻ്റെ പേപ്പറിൽ അത് കാണുന്നില്ല. എന്താ നിനക്ക് സംഭവിച്ചത്?
ഹബീബ് ഉസ്താദിന് അത് വല്ലാത്തൊരു സങ്കടമായി. എന്നാൽ ഷെഫീഖ് ഉസ്താദും അവളുടെ പേപ്പർ നോക്കിയപ്പോൾ ഐഷുവിൻ്റെ മാർക്ക് പറ്റിയങ്ങ് കുറഞ്ഞത് കണ്ട് ഷെഫീഖ് ഉസ്താദും ഞെട്ടിപ്പോവുകയാണ്. എന്താ പുത് കഥ? ഐഷു നല്ല ക്ലാസ്സിലായാലും ഇനിയിപ്പോൾ എക്സാം ആയാലും ഒക്കെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ എന്തിപ്പോൾ ഇത് പകുതിയോളം കുറഞ്ഞ രീതിയിൽ പലതിൻ്റെയും ആൻസർ അവൾ എഴുതിയിട്ട് പോരില്ല. അതെ, അവളെക്കാൾ എത്രയോ പഠിക്കാത്ത കുട്ടികൾ വരെ ആൻസർ എഴുതിയ ക്വസ്റ്റ്യൻസിന് പോലും അവൾ ആൻസർ ചെയ്തിട്ടില്ല. എന്താ ഇപ്പോൾ ഇത് ചെയ്യുക? വല്ലാത്തൊരു അതെ, ഐഷുവിന് എന്താ ഉഴപ്പാൻ കാരണം? ഐഷു ഉഴപ്പാറില്ലല്ലോ. അങ്ങനെ ഉസ്താദുമാരെല്ലാം പേപ്പറെല്ലാം തിരികെ കൊടുക്കുന്ന ആ ഒരു ദിവസം ഹബീബ് ഉസ്താദ് ആണ് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൻ്റെ പേപ്പറുമായി ആദ്യം തന്നെ വന്നത്. ആദ്യം തന്നെ വിളിച്ചു, ഐഷു അല്പം തല താഴ്ത്തിക്കൊണ്ട് അങ്ങോട്ട് കടന്നു വന്നു. എന്താടി ഇത്? ഇതിലെന്താ? അതെ, 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതണം കേട്ടോ. പോയിരുന്നോ? ബാക്കിയുള്ള കുട്ടികളുടെ എല്ലാം ക്വസ്റ്റ്യൻ ആൻസർ പേപ്പർ അത് കൊടുക്കുന്നു. എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക്. എന്നാൽ ഹാദിയെ വിളിച്ചപ്പോൾ അവൾക്ക് ഫുൾ മാർക്ക്. ഹാദിയ, ഉസ്താദേ എന്നാ വെരി ഗുഡ്, വെരി 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 ഗുഡ്. നീയാണ് ഈ ക്ലാസ്സിലെ ടോപ്പർ. മാഷാ അല്ലാ, ഫുള്ളും കംപ്ലീറ്റ്ലി എല്ലാം നല്ല ഭംഗിയും മനോഹരവുമായി എഴുതിയിട്ടുണ്ട്. എല്ലാവരും കൈയ്യുടെ അടുത്ത് ഹാദിയക്ക്. എല്ലാവരും അതാ ഐഷുവിനെ നോക്കുന്നുണ്ട്. ഐഷുവിനല്ലേ ഫുൾ മാർക്ക് വേണ്ടത്, ഇതിപ്പോൾ ഇങ്ങനെ ഹാദിയക്ക് കിട്ടി? എല്ലാവരും കൈയടിച്ചപ്പോഴും ഐഷുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ഐഷുവിൻ്റെ മുഖത്ത് ഒട്ടും സങ്കടമില്ലായിരുന്നു, ഒട്ടും അവളുടെ മുഖം വാടിയിട്ടില്ലായിരുന്നു. അവളും നറുപുഞ്ചിരിയോട് കൂടി അതാ കൈയടിക്കുകയായിരുന്നു സന്തോഷത്തോടെ. ഹാദിയക്ക് സന്തോഷമായി. അവൾക്ക് വീണ്ടും വീണ്ടും പഠിക്കണം, ഒരുപാട് അറിവ് നേടണം എന്നുള്ള ചിന്തയായി തുടങ്ങി. അങ്ങനെ ആൻസർ പേപ്പറിനെ കുറിച്ച് ഹബീബ് ഉസ്താദ് പറഞ്ഞു. പലരും ഉഴപ്പിയിട്ടുണ്ട്, പലരും ഉഷാറായിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കുവാനും നല്ല മാർക്ക് നേടിയിട്ട് ഈ ഒരു ഇതിന് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനും പലർക്കും പ്രയാസമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം നാളെ മുതൽ ക്ലാസ്സിൽ വന്നാൽ മതി, അല്ലാത്തവർക്ക് വീട്ടിലിരിക്കാം. അത് പറഞ്ഞുകൊണ്ട് ഹബീബ് ഉസ്താദ് അല്പം ദേഷ്യത്തോടെയാണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നാൽ എല്ലാവരും ഐഷുവിൻ്റെ അടുത്തേക്ക് വന്നു. അല്ല ഐഷു, നിൻ്റെ മാർക്ക് എത്രേ? പഠിച്ചോനെ, 50-ൽ 25 മാർക്കോ? അപ്പോൾ 25 മാർക്കിൻ്റെ ഈ എഴുതിയില്ല? അവൾ പതുക്കെ എന്ന് വെറുതെ തലയാട്ടി. സത്യം പറയടി, ഇത്രയും സിമ്പിളായ ക്വസ്റ്റ്യൻസ് നീ എന്താ അറ്റൻഡ് ചെയ്യാതിരുന്നത്? ഒന്നുമില്ല, എനിക്കിത് മതിയടി. അതെ, ഇത് മതി, ബാക്കിയെല്ലാം എൻ്റെ മനസ്സിലാണ് അതിൻ്റെ ഉത്തരം. എന്നാൽ എഴുതണ്ടേ പെണ്ണേ? 10 പ്രാവശ്യം ഇമോഷൻ ചെയ്യാൻ എഴുതാറുണ്ട്. അതെ, അത് 35 മാർക്കിന് താഴെയുള്ളവർക്ക്. അപ്പോൾ നിനക്ക് 25. അല്ല, നീ എന്താ ഇത്രയധികം ബാക്കിലായി പോയത്? എല്ലാവരും അവളോടായിരുന്നു സംശയം ചോദിച്ചിരുന്നത്. പക്ഷേ എന്താ ഇപ്പം ഇങ്ങനെ അയക്കാൻ കാരണം? എല്ലാവരും അവളോട് കൂട്ടം കൂടിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നത് ഷെഫീഖ് ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഇവിടെ ചന്തേ? എന്തത് ഒരാളുടെ അടുത്ത് എല്ലാവരും കൂടി കൂടിക്കണം? എന്ത് സംഭവം? ഇരിക്കേ, സിറ്റ് ഡൗൺ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പർ അതൊക്കെ അങ്ങോട്ട് വിതരണം ചെയ്യല്ലേ? ഇതിൽ ആരൊക്കെ ജയിച്ചിട്ടുണ്ട്? ജയിക്കുമെന്ന് ഉറപ്പുള്ളവരാരൊക്കെ ഒന്ന് കൈപ്പൊക്കിക്കേ. പലരും കൈപ്പൊക്കി, എന്നാൽ ചിലർ കുറച്ച് പൊക്കി. എന്താ എല്ലാവർക്കും ഇത്ര പ്രയാസം? എന്താ, തോൽക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചിട്ടാണല്ലോ പലരും ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും ഐഷുവിന് മാർക്ക് കുറഞ്ഞത് ഉസ്താദുമാർക്കെല്ലാം ദേഷ്യമായി. എന്നാൽ ഷെഫീഖ് ഉസ്താദിൻ്റെ ക്ലാസ് ഇനി എന്താണെന്ന് അറിയില്ല. പിന്നെ ക്ലാസ്സിൽ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറും എല്ലാവർക്കും അതാ പേര് വിളിച്ച് കൊടുക്കുന്നു. അങ്ങനെ അപ്പോഴും അതാ ആയിഷയെ വിളിച്ചു. ആയിഷ, എന്താ ആയിഷ? എന്തതിൽ? ഇതെന്താ? ഈ എന്താ പഠിക്കലില്ലേ? നിക്കാഹ് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇത്രയധികം ഉഴപ്പം പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നിൻ്റെ ഹസ്ബൻഡ് ഉസ്താദല്ലേ ഇവിടെ പഠിപ്പിക്കണേ? ഇത്രയധികം വെറും ടൂറും കാര്യങ്ങളും പോക്കുമായിട്ട് ഒക്കെ കണ്ട് ഇതായില്ലേ? ഉസ്താദേ, അത് കൈ നീട്ട്. ശരിക്കും ഹാദിയ ഒന്ന് ഭയന്നു. അല്ലോ, ഐഷുവിന് തല്ലേ? പഠിച്ചോനെ, മാറി നിൽക്കങ്ങോട്ട്. അവളെ അതാ ആ മേഷൻ്റെ അരികിലേക്കായി മാറി നിർത്തുന്നു. ഹാദിയ, പെട്ടെന്ന് ഹാദിയ കടന്നു വന്നു. മാഷാ അല്ലാ,
കുട്ടികളായ എങ്ങനെ വേണം? കണ്ടില്ലേ, ഫുൾ മാർക്കാണ് അവൾക്ക്. കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവരെക്കാളും വളരെയധികം പിറകിലായിരുന്ന ഹാദിയ ഇത്രയധികം ഫുൾ മാർക്ക് വാങ്ങാൻ എന്താണ് കാരണം? അവളുടെ ആത്മവിശ്വാസം, അവളുടെ കോൺഫിഡൻസ്, അതെല്ലാം മനസ്സിലായല്ലോ. പിന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച നിങ്ങൾക്ക് നല്ലത്, അതല്ല ഉഴപ്പാനും അല്ല വേറെ വല്ല കിനാവ് കാണാനും വരികയാണെങ്കിൽ നാളെ മുതൽ കോളേജിലേക്ക് വരേണ്ട, കോളേജിൻ്റെ പേര് കളയാൻ. മനസ്സിലായല്ലോ ആയിഷ? ആ പിന്നെ ഞാൻ പറയാം, ഇങ്ങനത്തെ രീതിയിൽ വരണ്ട കേട്ടോ. വീട്ടിലിരുന്നോളൂ, എന്തിന് വെറുതെ വരേണ്ട ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഷെഫീഖ് ഉസ്താദും ഹബീബ് ഉസ്താദും അത് പറഞ്ഞു. ഇനി ഒരു ഉസ്താദ് കൂടെ ഉണ്ട്, അതും കൂടി വന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവും സ്ഥിതിയാവും. പക്ഷേ അവളുടെ മുഖത്ത് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഷെഫീഖ് ഉസ്താദ് ചോദിച്ചു, ഹാദിയ അതിൽ രണ്ടാമത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞേ. ഉസ്താദെ അത്... അവൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുത്തു. അല്ല ഹാദിയ, ഇത് നാവുകൊണ്ട് പറയാനേ അറിയുള്ളൂ, കൈകൊണ്ട് എഴുതാനാണ്ട് അറിയില്ലേ? എഴുത്തറിയില്ല എനിക്ക്? അറിയട്ടാണോ? ഉസ്താദ് അത്... നീ ഒന്നും മിണ്ടാതിരിക്കും പെണ്ണേ. ഇത്തവണ ക്ഷമിച്ചിരിക്കുന്ന, അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ ഇങ്ങനെയെല്ലാം ആയിട്ടുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ആൻസർ പേപ്പർ കിട്ടണം. നിൻ്റെ ഇവിടെ എടുത്ത് ഞാൻ എഴുതിപ്പിക്കും, നോക്കിക്കോ. ഓളിപ്പോൾ നിൽക്കാതെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഓളാകെ ഉഴപ്പി. എന്തൊരു നല്ല പഠിക്കണ മിടുക്കി കുട്ടിയായിരുന്നു. പോയിരിക്കങ്ങോട്ട്. ഉസ്താദ് അല്പം അവളെ ശകാരിച്ചു. എന്നാൽ ഐഷുവിന് സങ്കടമൊന്നും തോന്നിയില്ല. മനസ്സിൻ്റെ ഉള്ളിൽ എവിടേക്കൊരു സന്തോഷമാണ് അവൾക്ക് തോന്നിയത്. എന്തുകൊണ്ടായിരിക്കും ഐഷുവിന് സന്തോഷം തോന്നിയത്? അവളെ ഉസ്താദുമാർ ചീത്ത പറഞ്ഞിട്ടും അവൾ സന്തോഷിക്കാൻ കാരണമെന്ത്? അവൾക്ക് മാർക്ക് കുറയാൻ കാരണമെന്ത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.